നമ്മളൊക്കെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുപോയി വെച്ചാൽ ഉടൻ തന്നെ പള്ളിയിലെ ഖത്തീബ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, നമ്മൾ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ഒന്നാമത്തേതിൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ തക്ബീറിൽ സ്വലാത്താണ്. എന്നിട്ട് ഇമാമ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും, ഇബ്രാഹിമി സ്വലാത്താണ് ചൊല്ലേണ്ടത്. എന്തേ കാരണം? ഇസ്ലാമിൽ ആ സ്വലാത്തേ ഉള്ളൂ. ഇസ്ലാമിൽ ആ സ്വലാത്താണ് മാതൃകയുള്ളത്. പുതുതായി ഉണ്ടാക്കിയ സ്വലാത്തുൽ ഫാത്തിഹ്, താജുസ്സലാത്ത് പോലെ അവനവന്റെ പോക്കറ്റ് നിറക്കാനും കാര്യലാഭത്തിനും വേണ്ടി തങ്ങൾ ബിരുദം വാലിൽ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ഓരോരുത്തരുണ്ടാക്കിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റൂല. എന്താ പറ്റാത്തത്? അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട്. സ്വലാത്ത് വാർഷികങ്ങൾ, സ്വലാത്ത് പെട്ടികൾ, സ്വലാത്ത് ആഘോഷങ്ങൾ, സ്വലാത്ത് പാർസലുകൾ, ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം സ്വലാത്താണ് നമ്മൾ നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലേണ്ടത്. അത് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമിലുള്ളൂ.